ഒരുത്തൻ 90 കപ്പ് ചായ കുടിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചെന്ന്. യവനൊക്കെ വല്ല കുളത്തിലോ കിണറ്റിലോ വീണ അവിടം കുടിച്ച് വറ്റിച്ചേച്ച് രക്ഷപ്പെട്ട് കളയുമല്ലോ. പള്ളിക്കൂടം വിട്ട് ഇത്രയും നേരമായിട്ടും പിള്ളാരെ കാണുന്നില്ലല്ലോ. ആ എത്തിയോ? അമ്മച്ചി, കഴിക്കാൻ എന്തുവാ? ഗോതമ്പ്. ഇന്ദിരാഗാന്ധി അമേരിക്കയിൽ പോയപ്പോഴേ ഞങ്ങളത് ഊഹിച്ചതാ. എന്താടി സ്കൂളിൽ നിന്ന് വരാൻ താമസിച്ചത്? അതെ അമ്മച്ചി, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന വഴി ഒരു സിദ്ധനെ കണ്ടു. ആ പത്രത്തിൽ കണ്ട സിദ്ധനായിരുന്നോ? ആ സിദ്ധൻ തന്നെ. അവിടെ എന്തോരം ആൾക്കാരാ കൂടി നിക്കണേ. സിദ്ധൻ എല്ലാവർക്കും മരുന്ന് കൊടുത്തു. ദേ കേട്ടോ, ഇവര് സിദ്ധനെ കണ്ടൂന്ന്. എടി, നിങ്ങൾ അത്ഭുത പ്രവൃത്തികൾ വല്ലതും കണ്ടായിരുന്നോ? കണ്ടമ്മച്ചി, കാല് രണ്ടും തളർന്ന് നടക്കാൻ മേലാത്ത ഒരു കുട്ടിയെ സിദ്ധൻ സുഖപ്പെടുത്തുന്നത് ഞങ്ങള് കണ്ടു. കർത്താവേ, നേരാണോടി? കേൾക്കട്ടെ കേൾക്കട്ടെ, നീ കണ്ടത് അതേപോലെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ. സിദ്ധൻ കുറെ നേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നടക്കാൻ മേലാത്ത ഒരു കുട്ടിയെ വിളിച്ചു. അതിനെ 2 പേർ സിദ്ധന്റെ അടുത്തുകൊണ്ടിരുത്തി. അവിടെ സിദ്ധനെ സഹായിക്കാൻ കുറെ പേര് നിപ്പുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിടി? സിദ്ധൻ കുറെ മന്ത്രം ചൊല്ലിയ ശേഷം ആദ്യം കുട്ടിയുടെ കാല് രണ്ടും മെല്ലെ തടവി. പിന്നെ മന്ത്രം ചൊല്ലിക്കൊണ്ട് എന്തോ വെള്ളം തളിച്ചു. അത് കഴിഞ്ഞ് വടിയെടുത്ത് കാലിനിട്ടൊരു തട്ട്. വലിയ ദിവ്യശക്തിയുള്ള ആളാ. എന്നിട്ട് എന്ത് സംഭവിച്ചിടി? എന്നിട്ടെന്താ, അപ്പോഴേ എഴുന്നേറ്റ് നടന്നു. ഞാൻ പറഞ്ഞപ്പോ നിങ്ങക്ക് വിശ്വാസം ഇല്ലായിരുന്നല്ലോ. ത്രേസ്യ കണ്ടേച്ചും പറയുവാ കർത്താവിന്റെ തനി സ്വരൂപമാണെന്ന്. നേരിട്ട് ദൈവകൃപ കിട്ടിക്കാണും. നമുക്കൊന്ന് പോയി കാണണം. സിദ്ധൻ എത്ര ദിവസം അവിടെ ഉണ്ടാവൂടാ? ഒരിടത്തും കൂടുതൽ ദിവസം തങ്ങുകയില്ലെന്നാ പറഞ്ഞത്. എപ്പോഴും ദേശാടനമാ. എന്നാലും ദൈവത്തിന്റെ ഓരോ കളികള് നോക്കണേ. ആ കുട്ടി എഴുന്നേറ്റ് നടക്കുന്നത് നീ ശരിക്കും കണ്ടോടി? കുട്ടി എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടില്ല, സിദ്ധൻ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടു.